നമുക്കൊപ്പം സജോ ദേവസിയുണ്ട്. സജോ, ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരമുള്ളത്. മക്കളൊക്കെ അടുത്തുണ്ടോ? ധ്യാനും വിനീതും? ഡോക്ടർ അരുൺകുമാർ, അടുത്ത കുടുംബാംഗങ്ങൾ ഒപ്പമുണ്ട് എന്നതാണ് ഒരു കാര്യമായി പറയാനുള്ളത്. ഏറെ നാളായി അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നതായിരുന്നു, ചികിത്സയിലായിരുന്നു ദീർഘകാലമായി. അതിനിടെയും അദ്ദേഹം തിരികെ വന്നു. പക്ഷേ അപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു. വളരെ വേഗത്തിലുള്ള ഒരു വിയോഗം എന്നതുകൂടി നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം യാതൊരു സിനിമാ പശ്ചാത്തലവും ഇല്ലാതിരുന്ന ഒരു നാട്ടിൽ നിന്ന്, അതായത് കണ്ണൂരിലെ പാട്യം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് യാതൊരു സിനിമാ പശ്ചാത്തലവും ഇല്ലാതെ പ്രതിഭാവിലാസം കൊണ്ട് തന്നെ മലയാള സിനിമയിൽ അദ്വിതീയമായ തൻ്റെ ഒരു ഇടം ഉണ്ടാക്കിയെടുത്ത അതുല്യ പ്രതിഭ എന്ന് തന്നെ നിസ്തർക്കമായി പറയാം. അദ്ദേഹത്തിൻ്റെ വിയോഗം ഇത്ര വേഗത്തിൽ സംഭവിക്കുമെന്ന് നമ്മൾ ആരും കരുതിയതല്ല. ദീർഘമായ നാളായുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ട് എങ്കിലും ആരോഗ്യസ്ഥിതി വഷളായതോടുകൂടിയാണ് വളരെ വേഗത്തിൽ തൃപ്പൂണിത്തുറയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഒടുവിൽ ആ ദുഃഖവാർത്ത നമ്മെ തേടിയെത്തുകയാണ്. പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ, നടൻ എന്ന നിലയിൽ, സംവിധായകൻ എന്ന നിലയിൽ മലയാള സിനിമയെ അദ്ദേഹത്തിൻ്റെ കരിയർ കാലയളവ് ഉടനീളം പരിശോധിച്ചാൽ എത്രയെത്ര അതുല്യ ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചാണ് അദ്ദേഹം വിടവാങ്ങുന്നത് എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ കുടുംബാംഗങ്ങളൊക്കെ മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു ആലോചനയിലേക്ക് കടക്കാനുള്ള സമയം യഥാർത്ഥത്തിൽ പിന്നിട്ടിട്ടില്ല എന്നതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. അങ്ങനെ ഒരു ആലോചനകളിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ ഈ വിവരം പുറത്തേക്ക് വന്നതേയുള്ളൂ. ഇങ്ങനെ അപ്രതീക്ഷിതമായ വളരെ വേഗത്തിലുള്ളൊരു വിയോഗം സംഭവിക്കും എന്ന് നമ്മളൊന്നും കരുതുന്നില്ല. ഏതായാലും മലയാള സിനിമയെ സംബന്ധിച്ച് അത്ര വലിയ ഒരു നഷ്ടം, മലയാളികളെ സംബന്ധിച്ച്, സിനിമാ ആസ്വാദകരെ സംബന്ധിച്ച് വലിയ നഷ്ടം. അദ്ദേഹം അഭിനേതാവും തിരക്കഥാകൃത്തും എന്ന നിലയിൽ മാത്രമല്ല, തൻ്റെ നിലപാടുകൾ അത് എന്തു തന്നെയായാലും അത് പ്രതിച്ഛായ വകവയ്ക്കാതെ എക്കാലവും തുറന്ന് പറയാൻ മടി കാണിക്കാതിരുന്ന വ്യക്തി കൂടിയാണ് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്, പ്രതിഭാവിലാസം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയ്ക്കുള്ള നിലപാടുകൾ തുറന്നു പറയാനുള്ള ആർജവം കൊണ്ട്, അങ്ങനെ സ്വന്തം ഐഡൻറ്റിറ്റി എഴുതി ചേർത്ത നടന വൈഭവമാണ് യഥാർത്ഥത്തിൽ വിടവാങ്ങുന്നത്. അഭിനേതാവ് എന്ന നിലയിൽ മാത്രമല്ല, എഴുത്തുകാരൻ, അതായത് തിരക്കഥാകൃത്ത് എന്ന നിലയിലൊക്കെ അദ്ദേഹം നൽകിയ സംഭാവനകൾ മലയാള സിനിമയുടെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകൾ എന്ന് വിളിക്കാവുന്ന അനവധി ചിത്രങ്ങൾക്ക് അണിയറയിലും അരങ്ങത്തും നമുക്കറിയാവുന്ന ശ്രീനിവാസൻ നടനും സംവിധായകനും ഒക്കെയാണ്, തിരക്കഥാകൃത്തുമായ സംവിധായകനാണ്. ഇദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തിൽ അധികം ആർക്കും അറിയാത്ത ഒരു കാര്യം, ഇദ്ദേഹം ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി പി എ ബക്കറിൻ്റെ സിനിമയിൽ അദ്ദേഹം 1976 മണിമുഴക്കം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം വരുന്നതെങ്കിലും അതിനുശേഷമുള്ളൊരു കാലം അദ്ദേഹം കുറച്ചു കാലം ഈ സിനിമ ഡബ്ബിംഗ് മേഖലയിലേക്ക് ഉണ്ടായിരുന്നു. ശ്രദ്ധേയനായ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു ശ്രീനിവാസൻ. ഒട്ടേറെ സിനിമകൾക്ക് അദ്ദേഹം ശബ്ദം നൽകിയിട്ടുണ്ട്. ഒരു മാടപ്രാവിൻ്റെ കഥ, മേള എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ശബ്ദം നൽകിയത് ശ്രീനിവാസനാണെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ ഒരു മുത്തശ്ശിക്കഥ എന്ന ചിത്രത്തിൽ ത്യാഗരാജിന് വേണ്ടിയിട്ട് ശബ്ദം നൽകിയതും ശ്രീനിവാസനാണെന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ സിനിമയുടെ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം പ്രവർത്തിച്ചിരിക്കുന്ന ആളാണ്. രജനീകാന്തിൻ്റെ സഹപാഠിയായിരുന്നു. മദ്രാസിൽ അദ്ദേഹം ഡിപ്ലോമ പഠിക്കുന്ന സമയത്ത്, അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ഡിപ്ലോമ പഠിക്കുമ്പോൾ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിനിമാഭിനയത്തിൽ ഡിപ്ലോമ പഠിക്കുമ്പോൾ രജനീകാന്തിൻ്റെ സഹപാഠി കൂടിയായിരുന്നു എന്ന് അദ്ദേഹം പല അഭിമുഖങ്ങളിലും പങ്കുവച്ചിട്ടുണ്ട്. 200-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച 2 സിനിമകൾ, വളരെ ജനപ്രിയമായ 2 സിനിമകൾ സംവിധാനം ചെയ്ത, ഒട്ടേറെ സിനിമകൾക്ക് തിരക്കഥ എഴുതിയ, ഒട്ടേറെ സംസ്ഥാന പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ചലച്ചിത്രകാരനാണ്. നമുക്കേറെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ എന്ന ചലച്ചിത്ര മേഖലയിലെയും അദ്ദേഹത്തോടടുപ്പമുള്ളവരും വിളിക്കുന്ന ശ്രീനിവാസനെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ, തിരക്കഥകളിലൂടെ ഒക്കെ. അദ്ദേഹം കഥ എഴുതിയ സന്ദേശം എന്ന സിനിമ, അതിന് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയിരുന്നു, സംസ്ഥാന പുരസ്കാരം കിട്ടിയിരുന്നു. ആ സിനിമയിലെ പല രംഗങ്ങളും ഇപ്പോഴും ഓർത്തെടുത്ത് നമ്മൾ ചിരിക്കുകയും നമ്മൾ ചിലപ്പോഴെങ്കിലും ഫേസ്ബുക്കിലൊക്കെ ചില വാചകങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഉത്തമ ഈ തോൽവിക്ക് കാരണം എന്നൊക്കെയുള്ള തലത്തിലുള്ള ഡയലോഗുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്.